ഗ്രാമം ലോപിച്ചാണ് അരൂർ ആയതെന്നും അതല്ല അരയന്മാരുടെ ഊര് ആയതുകൊണ്ട് അത് ലോപിച്ച് അരൂറായതാണെന്നും രണ്ടു വിധത്തിൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അരൂർ ഗ്രാമത്തിൽ പണ്ട് മുതൽ ഒരു ജീവിതക്രമം ഉണ്ടായിരുന്നു. ആ ജീവിതക്രമത്തെ സ്വാധീനിച്ച 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ ഘടകം കൈതപ്പുഴക്കായൽ തന്നെ, രണ്ടാമത്തെ ഘടകം ഇവിടുത്തെ തെങ്ങ് കൃഷി തന്നെ, മൂന്നാമത്തേത് നേരത്തെ ഉണ്ടായിരുന്ന നെയ്ത്ത് വ്യവസായം. അരൂര് ആദ്യകാലങ്ങളിലുണ്ടായ വളരെ പ്രാധാന്യത്തോടു കൂടി നടന്നിരുന്ന ഒരു വ്യവസായമായിരുന്നു നെയ്ത്തു വ്യവസായം. ഈ കുറേ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വലിയ കൈത്തൊഴിലല്ലാതെ വേറെ ഒരു തൊഴിലുമില്ല. അത് മഴക്കാലത്ത് പണിയൊന്നും ഉണ്ടാകില്ല, ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ആയിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഫാദർ KV വിട്രോണിസ് എന്ന് പറയുന്ന ഒരു അച്ഛനോട് വികാരിയായിട്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഇവിടെ പോളണ്ടിലെ സായിപ്പന്മാർ ദി റോയൽ യുണൈറ്റഡ് കാർപ്പറ്റ് ഫാക്ടറി എന്നൊരു കമ്പനി സ്ഥാപിക്കാൻ വരികയും അതിന് വേണ്ട കരാറുകളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ടാക്കി കമ്പനി ആരംഭിക്കുകയും ചെയ്തു. ഏതാണ്ട് അരൂരും തെല്ലാനം, കണ്ടക്കടവ്, ചെറിയ കടവ്, കണ്ണമാലി, അരൂർ ഉൾപ്പെടെ ഏതാണ്ട് അക്കാലത്ത് 10-600 ജോലിക്കാർ ഇവിടെ അതിനകത്ത് ജോലി ചെയ്യുകയും ചെയ്തു. അതിൻ്റെ വരവോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അരൂരിൻ്റെ സാമ്പത്തിക നില ഉയർന്നതും മറ്റൊരു തൊഴിൽ രംഗത്തേക്ക് ആളുകൾ പ്രവേശിച്ചത്. ഇവിടുത്തെ കത്തോലിക്കർക്ക് ശതാബ്ദങ്ങളുടെ ജീവിത പരിചയവും അനുഭവ സമ്പത്തുമുണ്ട്. ഇവർക്ക് മഹത്വം ബൃഹത്വമായ ഒരു പാരമ്പര്യമാണുള്ളത്. ചരിത്രരേഖകൾ പരിശോധിച്ച് നോക്കിയാൽ പണ്ട് മുതലേ ഈ ഗ്രാമത്തിൽ കൂടുതലും അക്രൈസ്തവരാണെന്ന് കാണാം. എന്നാൽ പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടുകൂടി മറ്റു സമീപ ഗ്രാമങ്ങളിലെ പോലെ തന്നെ അരൂരും ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിച്ചു വന്നതായി നമുക്ക് കാണാവുന്നതാണ്. 1710, 1750, ആ കാലഘട്ടങ്ങളിൽ ഈ അരൂർ പ്രദേശത്ത് സ്ഥിരതാമസമുണ്ടായിരുന്ന കുറേ ക്രിസ്ത്യാനികളുണ്ടായിരുന്നതായിട്ട് അന്ന് ഇവിടെ വന്ന് താമസമാക്കിയ ഞങ്ങളുടെ തറവാട്ടിലെ കാരണവന്മാർ പാരമ്പര്യമായി പറഞ്ഞ് അറിവുണ്ട്. ഞങ്ങളന്ന് അറുപന്തര കുടുംബം എന്ന ഒരു വീട്ടുപേരിൽ ഇപ്പോഴുള്ള കാട്ടിത്തറ പ്രദേശത്ത് വന്ന് കാട്ടിത്തറ കപ്പിത്താൻ്റെ ആശ്രിതരായി താമസം ആരംഭിച്ചതാണ്. കാട്ടിത്തറ കപ്പിത്താന്മാർ അന്ന് കൊച്ചി രാജകുടുംബത്തിലെ കപ്പിത്താന്മാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുണ്ടംവേലി, വൈപ്പിൻ, ആ നായരമ്പലം ഭാഗത്തെ കപ്പിത്താന്മാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ആണ് ഇവിടെ ഞങ്ങളുടെ തറവാട്ടിലെ കാരണവർ വന്നതെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അന്നത്തെ കാരണവന്മാരുടെ കൂട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത് കളത്തറ തറവാടുകൾ, കളത്തറ, മുക്കത്ത്, അതുപോലെ തന്നെ ചക്കാലപ്പറമ്പ്, ചമ്പാറ, പുതുക്കാട്, കുടുകൊത്തുന്തറ, ഇങ്ങനെ പല പേരുകളിലും പലരും ഉണ്ടായിരുന്നു. എങ്കിലും അന്ന് കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളാണിതെല്ലാം. അരൂർ ദേവാലയത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യമായിട്ട് അരൂര് ഒരു ചെറിയ ഓലമേഞ്ഞ കപ്പേള ഉണ്ടാകുന്നത് 1839 എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ഇന്നത്തെ പള്ളിയുടെ വടക്കിഴക്ക് ഭാഗത്തായിട്ട് ഇളവന്തറക്കാർ സംഭാവന ചെയ്ത സ്ഥലത്ത് ഒരു ഓലപ്പുരയായിരുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലാണ് ആദ്യം ഇവിടെ പള്ളി സ്ഥാപിച്ചതെന്നും ഈ കപ്പേളയിൽ അന്നത്തെ അരൂർ വിശ്വാസികൾ, അരൂർ പ്രദേശത്തുണ്ടായിരുന്ന വിശ്വാസികൾ രാമപുരം ദേവാലയത്തിലെ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഒരു രൂപം കൊണ്ടുവരികയും ആ രൂപം ഈ കപ്പേളയിൽ സ്ഥാപിക്കുകയും ചെയ്തു. അരൂരിൽ നിന്നും നിരവധി ആളുകൾ രാമപുരത്ത് വിശുദ്ധ അഗസ്തീനോസിൻ്റെ ദേവാലയം സന്ദർശിക്കുക പതിവായിരുന്നു. അവർക്ക് നിരവധിയായ അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വിശുദ്ധ അഗസ്തീനോസിനോടുള്ള അവരുടെ പ്രത്യേകമായിട്ടുള്ള ഭക്തിയും കടപ്പാടും പ്രകടിപ്പിക്കുമാർ അരൂരത്തെ കപ്പേളയ്ക്ക് വിശുദ്ധ അഗസ്തീനോസിൻ്റെ നാമധേയം നൽകുകയുണ്ടായി.
തീർത്ഥാടന പ്രിയന്മാരായിരുന്ന പൂർവികർ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പാലാരൂപതയിലെ രാമപുരം പള്ളിയിൽ പോവുകയും താമരത്ത് വല്യച്ഛൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ അഗസ്തിനെ വണങ്ങുകയും ചെയ്തിരുന്നു. അരൂർ ഇടവകയിൽ വന്ന് ഒരു ഇടവകയിലെ അംഗമായി ജനിക്കാൻ കിട്ടിയ അവസരം തന്നെ വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങളേവരും. വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു 129 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തിയത്. അതിന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാമപുരത്തു നിന്നും ഇവിടുത്തെ കാരണന്മാർ സെൻ്റ് അഗസ്റ്റിൻ്റെ ഒരു രൂപം കൊണ്ടുവരികയും അത് അരൂർ പള്ളി ഇപ്പോൾ സെമിത്തേരി ഇരിക്കുന്ന സ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ പള്ളിയുടെ ആരംഭം കുറിക്കുന്നത്. ഇവിടെ കൊച്ചിപ്പള്ളിയുടെ കുരിശുപള്ളിയായിട്ടാണ് അരൂർ പള്ളി സ്ഥാപിതമായത്. ആ കാലഘട്ടത്തിൽ പള്ളി പണിയുന്നതിന് വേണ്ടി അയൽ ഗ്രാമങ്ങളിലുള്ള വ്യക്തികൾ സെമിത്തേരി പള്ളി ഇരിക്കുന്ന കടവിൽ വരികയും അവിടെ ഇറക്കി വെച്ചിരുന്ന കല്ല് തലച്ചുമടായി ഇവിടെ കൊണ്ടുവന്ന് പള്ളി പണിയാൻ സഹായിച്ചത് നേർച്ചയായിട്ട് കണക്കാക്കി കൊണ്ടുവന്ന് പള്ളി പണിതു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പള്ളി പണിതിരുന്ന സ്ഥലം വേണാട്ട് വക്കോ ബാബുവിൻ്റെയും എളവന്തറ കുടുംബങ്ങളുടെയും ഉടമസ്ഥതയിലുള്ളതായിരുന്നു. പള്ളി പണിതതിന് ശേഷം മാത്രമാണ് പ്രസ്തുത സ്ഥലം പള്ളി അധികാരത്തിലേക്ക് വിട്ടുകൊടുത്തതും എഴുതപ്പെട്ടതും. ഇതിൻ്റെ സ്ഥാപനത്തിനെ പറ്റി പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പല രീതിയിലാണ് പറയുന്നത്. കല്ലുകൾ കെട്ടി ഉണ്ടാക്കുന്ന ഇന്ന് കാണുന്ന ഈ 129 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെയും ഇപ്പോഴും യാതൊരു കേടുപാടും ഇല്ലാതെ നിൽക്കുന്നത് അതിനുപയോഗിച്ച കല്ലുകൾ കൂട്ടിച്ചേർക്കുന്നതിന് ഉപയോഗിച്ച അതിൻ്റെ ചേരുവകൾ ബ്രാലിൻ്റെ നുളപ്പുള്ള വെള്ളത്തിൽ നിന്നും ശർക്കര പാനി കൂട്ടിയുണ്ടാക്കിയ ഇതിൽ കൊണ്ട് ഉണ്ടാക്കിയ കുറുമയിൽ നിന്നുമാണ് ഈ കല്ലിന് ചേരുവകൾ ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഈ അടുത്ത കാലത്ത്, അതായത് ജോസഫ് പുത്തമ്പറമ്പൻ ഇവിടെ വികാരിയായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പള്ളിയുടെ മുൻപിൽ ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇടവും വലവും ഉള്ള 2 വാതിലുകൾക്ക് പ്രൊവിഷൻ ഇട്ടിട്ടുണ്ടെന്നുള്ള ധാരണയിൽ അത് കുത്തിപ്പൊളിക്കാനുള്ളൊരു ശ്രമം നടത്തി. അന്ന് അച്ഛൻ അത് തച്ചുകാർക്ക് കൊടുത്ത 3 തച്ച് കൊണ്ട് അത് പണി തീർക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് കൊടുത്തതെങ്കിൽ തന്നെയും അത് കുത്തിപ്പൊളിക്കാൻ ഏകദേശം 33 തച്ചോളം എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഞാനത് ദൃക്സാക്ഷിയാണ്. രാമപുരം പള്ളിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പൂർവികരാൽ നിർമ്മിതമായ അരൂർ ദേവാലയത്തിൻ്റെ പ്രധാന ബലിപീഠം പഴയകാല ചിത്രകലകളാലും കൊത്തുവേലകളാലും മനോഹരമാണ്. ഇലച്ചാറുകൾ കൊണ്ട് ഭംഗിയായി രൂപം കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ മനുഷ്യ മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ജീവൻ തുടിച്ചു നിൽക്കുന്ന പുണ്യവാളന്റെ സ്വരൂപം കാലപ്പഴക്കത്തെ അതിജീവിച്ച് കൂടുതൽ തേജസ്സുള്ളതായി തീർന്നിരിക്കുന്നു. കൂടാതെ പിന്നെ ഇതിൻ്റെ മുൻപിലൊരു കൊടിമരം ഉണ്ടായിരുന്നു. മരം എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മരം തന്നെയായിരുന്നു. ഇന്ന് കാണുന്ന നാഷണൽ ഹൈവേയുടെ മധ്യഭാഗത്തായിട്ട് ആ മീഡിയത്തിൻ്റെ അവിടെ കൊണ്ടാണ് ആ കൊടിമരം നിന്നിരുന്നത്. യഥാർത്ഥത്തിൽ അത് പുണ്യവാളൻ്റെ കയ്യിലിരിക്കുന്ന വടിയുടെ ആകൃതിയിൽ തന്നെയായിരുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് അത് നാഷണൽ ഹൈവേക്ക് സ്ഥലമെടുത്ത് പോയപ്പോഴത്തേക്ക് വെട്ടിമാറ്റുകയുണ്ടായി. വെട്ടിമാറ്റുന്നതിന് തന്നെ പല ആൾക്കാരെയും കോൺടാക്റ്റ് ചെയ്തിട്ടും അവരാരും അത് വെട്ടിമാറ്റാൻ തയ്യാറായില്ല. പിന്നെ അവസാനം ഒരു വ്യക്തി ധൈര്യപ്പെട്ട് വരികയാണ് ഉണ്ടായത്. അയാൾക്ക് പിന്നീടുണ്ടായ അനുഭവങ്ങൾ പലതും വളരെ ദുഃഖകരമായിരുന്നു എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സെമിത്തേരി പള്ളി ഇരിക്കുന്ന സ്ഥലം മണക്കാട്ട് വർക്കി എന്ന് പറയുന്ന വ്യക്തിയുടെ അധീനതയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാണിക്കയായിട്ട് ലഭിച്ച സ്ഥലത്താണ് സെമിത്തേരി രൂപം കൊള്ളുന്നത്.
കടവിൽ തന്നെ ഇപ്രകാരം സെമിത്തേരി പണിയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇടവക ജനങ്ങൾ പാണാവള്ളി, പെരുമ്പളം, വടുതല തുടങ്ങിയ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നു. അവരുടേതായിട്ടുള്ള സൗകര്യത്തിന് കൂടി വേണ്ടി മാത്രമാണ് ഇപ്രകാരം കടവിൽ സെമിത്തേരി പള്ളി രൂപീകൃതമായി തീർന്നത്. അരൂർ ഇടവകയുടെ വിസ്തൃതി വളരെ വലുതായിരുന്നു. പുഴകൾക്കുമപ്പുറം പെരുമ്പളം, പാണാവള്ളി, ഏനാതി എന്നീ കരകൾ അരൂർ ഇടവകയുടെ കീഴിലായിരുന്നു. ഇവിടങ്ങളിൽ നിന്നും സംസ്കാരത്തിനായി മൃതദേഹങ്ങൾ കൊണ്ടുവന്നിരുന്നത് ജലമാർഗമായിരുന്നു. 1875 വരെ ഈ ദേവാലയത്തിൽ ഉണ്ണിമിശിഹായുടെ തിരുനാൾ മാത്രമാണ് നടത്തുവാൻ അധികാരമുണ്ടായിരുന്നത്. പിൽക്കാലഘട്ടത്തിൽ വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാൾ കൂടി നടത്തണം എന്ന ആവശ്യവുമായി വരാപ്പുഴ മെത്രോപ്പൊലിത്തയെ ഇവിടുത്തെ ഭരണകർത്താക്കൾ സമീപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 1877 ശേഷമാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാൾ ഇടവകയിൽ നടത്തുന്നതിനുള്ള അധികാരം ലഭ്യമാകുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യം പുണ്യവാളന്റെ നാമത്തിലുള്ള തിരുനാൾ നടത്തിവരുന്നു. ഒന്ന് ഓഗസ്റ്റ് 28-നും രണ്ടാമത് ജനുവരി 1-നും. പുണ്യവാളന്റെ തിരുസ്വരൂപം വഹിക്കുന്ന രൂപക്കൂട് പ്രദക്ഷിണ സമയത്ത് തോളിലേറ്റുവാൻ അഗസ്റ്റിൻ എന്ന പേരുകാരുടെ തിക്കും തിരക്കും അനുഭവപ്പെടുന്നത് പരമ്പരാഗത ആചാരങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ് ഇവിടെ കൂടുതൽ എന്ന് തെളിയിക്കുന്നു. ഈ പെരുന്നാൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ അന്ന് ഈ വൈദ്യുതി ഇതൊന്നും വിളിച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ പെട്രോമാക്സാണ് ആ കാലത്ത് ഉപയോഗിക്കുന്നത്. അത് 2 തരം പെട്രോമാക്സ് ഉണ്ട്. ഈ സാധാരണ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയും പിന്നെ 4 കാലിലിങ്ങനെ വളരെ ഉയർത്തിപ്പിടിച്ച് വയ്ക്കുന്നത്, അതിന് ലൈറ്റ് കൂടുതലായിരിക്കും. അതിങ്ങനെ കൊണ്ടുവന്ന് വളരെ നേരത്തെ കൊണ്ടുവന്നിട്ട് അത് മിക്കവാറും അത് വർക്ക് ചെയ്യിക്കാനായിട്ട് വരുന്നത് ഈ ചില പ്രത്യേക വിഭാഗക്കാരാണ്. അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള പിള്ളേരൊക്കെ അവിടെ സാധാരണ ഞങ്ങൾ കൂടും. അവർ ഒരുപാട് നേരം വെച്ചുകൊണ്ട് അതിങ്ങനെ അതിൽ മണ്ണെണ്ണ ഒഴിച്ച് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത് കഴിയുമ്പോഴേക്ക് പിന്നെ അത് നടക്കാനായിട്ട് ഗ്യാസ് അടിക്കാനായിട്ട് ഇങ്ങനെ പൈപ്പ് അപ്പോഴേക്ക് ചിലടത്ത് ആദ്യം തെളിച്ച് നിർത്തിയിരിക്കുന്നത് മങ്ങിപ്പോയെന്ന് വരും. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ പിള്ളേരൊക്കെ കൂടി ബഹളം കൂട്ടി വിളിച്ചിട്ട് ഇവരെ വിളിക്കും. ഇവരെ സാധാരണ ഈ ചാമ്പ് ഇങ്ങനെ ചാമ്പുന്ന രീതി ആയതുകൊണ്ട് ചാമ്പ് കാക്ക എന്ന് പറഞ്ഞാൽ സാധാരണ സംബോധന ചെയ്യുന്നത്. ഇന്നത്തെ പോലെ വേറെ കാര്യങ്ങളധികം കാണാനൊന്നും അവിടെയെങ്ങും ഒന്നുമില്ല. അപ്പോൾ ഇതാണ് പള്ളിയകത്ത് ഒക്കെ വയ്ക്കുന്നതും പിന്നെ പ്രദക്ഷിണയ്ക്ക് ഉപയോഗിക്കുന്നതൊക്കെ. പ്രദക്ഷിണയ്ക്ക് സമയമാകുമ്പോൾ ഇത് ആളുകളെ ഒരു പല കഷ്ണം തല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വലയുടെ മുകളിൽ വിളക്ക് വെച്ച് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണയോടൊപ്പം ഇങ്ങനെ കൊണ്ട് നടക്കും. അതിനിടയ്ക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ലൈറ്റ് വാങ്ങി പോകുമ്പോഴൊക്കെല്ലാം ഈ വിളി ഇങ്ങനെ ചാമ്പാക്ക് അത് വിളിച്ചോണ്ടിരിക്കും. എല്ലാവർക്കും അറിയാം ഈ വിളിക്കുന്നത് അങ്ങനെയാണെന്ന്. അങ്ങനെ ആ കാലത്ത് മറ്റുള്ള ലൈറ്റൊന്നും ഇല്ലായിരുന്ന കാലത്ത് ഇങ്ങനെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെ കാലം ഇലക്ട്രിസിറ്റി വരുന്നത് വരെ ഈ തന്നെ ആയിരുന്നു. ജനുവരി 1-ന് നടത്തപ്പെടുന്ന തിരുനാളിനോടനുബന്ധിച്ച് ധാരാളം കച്ചവടക്കാർ ഇവിടെ വരാറുണ്ട്. ഏതു കാര്യത്തിനും നല്ല തുടക്കം ആഗ്രഹിക്കുന്നവരാണല്ലോ നാം എല്ലാവരും. ആ തുടക്കം അരൂർ വിശുദ്ധ അഗസ്തിൻ്റെ അങ്കണത്തിൽ തന്നെ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാ കച്ചവടക്കാരും. മാർഗതടസ്സമുണ്ടാക്കാതെ
ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തപ്പെടുന്ന പ്രദക്ഷിണം കാണുവാനും അതിൽ പങ്കുചേരുവാനും ഏവരും എത്തിച്ചേരുന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വൈകി കണ്ടെത്തിയ ദൈവത്തെ മറ്റുള്ള മനുഷ്യരെല്ലാവരും മുൻകൂട്ടി തന്നെ അറിയണമെന്നും അവരിൽ വസിക്കുന്ന ദൈവത്തെ കണ്ടെത്തണമെന്നും വിശുദ്ധൻ ആഹ്വാനം ചെയ്യുകയാണ്. ആ വിശുദ്ധൻ്റെ വൈകി എത്തിയ ആ വിശുദ്ധൻ്റെ ജീവിതം, ദൈവത്തെ കണ്ടെത്തിയ ആ ജീവിതം, ധന്യമായിട്ടുള്ള ആ ജീവിതം മറ്റുള്ളവർക്ക്, ഈ ഇടവക്കാർക്ക് എല്ലാവർക്കും മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായ നിമിഷം മുതൽ വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ ആ ഇടവക പള്ളി വളരെ പ്രഗത്ഭമായിട്ടുള്ള ഒരു ഇടവകയായിട്ടാണ് ഞങ്ങളെല്ലാം കരുതിയിരുന്നത്. ഒത്തിരി നല്ല അനുഭവങ്ങൾ ഞങ്ങളുടെ ഓർമ്മയിൽ തെളിഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ അഗസ്റ്റീനോസ് ചെയ്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്കും എപ്പോഴും ഞങ്ങളെല്ലാവരും ഇടവക മുഴുവനും നന്ദിയോടെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നുണ്ട്. തിരുവോസ്തിയിൽ സ്നേഹത്തിൻ്റെ അതിർവരമ്പ് കണ്ടെത്തിയ പുണ്യവാന്റെ സംരക്ഷണത്തിൽ ഇടവക ജനങ്ങൾ 3-4 തലമുറകളോളം ജീവിക്കുന്നതും അവരുടെ അറിവുകൾ ഇളം തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത് അനിതര സാധാരണമാണ്. പഴമയെ ആരാധിക്കുകയും അവയെ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട് ഇവിടെ. പൂർവികർക്ക് ലഭിച്ച അനുഗ്രഹാശിസ്സുകളുടെ വിവരം മുഴുവൻ വരമൊഴിയായി ലഭിച്ചവയാണ്. യാത്രാ സൗകര്യങ്ങളൊന്നും തന്നെ വാസ്തവത്തിൽ ഒരു 10-60 വർഷങ്ങൾക്ക് മുമ്പ് അതിലുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ചേർത്തല ഒരു റോഡാണ്. അത് തിരുവിതാംകൂറിൽ റീജൻ്റ് ഭരണം നടത്തിയിരുന്ന സേതുലക്ഷ്മി ബായി എന്ന് പറയുന്നത് മഹാറാണിയുടെ കാലത്താണ് ആദ്യമായിട്ടത് ഉണ്ടായത്. അത് ഒരു പുത്തനങ്ങാടി വരെയാണ് ആ റോഡ് വന്നത്. അതിനുശേഷം വളരെ കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ടാണ് മട്ടാഞ്ചേരി ഇടക്കൊച്ചി റോഡ് വരുന്നത്. ആ റോഡ് വന്നപ്പോഴേക്ക് അതുമായിട്ട് മുട്ടിക്കുന്നതിന് വേണ്ടി വീണ്ടും ഈ പുത്തനങ്ങാടിയിൽ നിന്ന് റോഡ് ഇപ്പോൾ നമ്മൾ കാണുന്ന അരൂർമുക്കത്തേക്ക് നീട്ടുകയാണ് ചെയ്തത്. അരൂർമുക്കം മുതൽ അപ്പുറം അന്ന് ഫെറിയാണ് വള്ളത്തിലും മറ്റുപായിലും പിന്നീട് എൽസിയത്തിലും ഒക്കെ വന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് പാലം വരുന്നത്. അന്ന് ഇവിടെ വെസ്റ്റ് കോസ്റ്റ് സിൻഡിക്കേറ്റ് മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിക്കാരാണ് ബസ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. അത് അരൂരിൽ നിന്ന് ആലപ്പുഴ വരെ ഉണ്ടായിരുന്നു. 28 ചക്രമാണ് അന്നത്തെ ബസ് കൂലി ആലപ്പുഴയ്ക്ക്. യാത്രയ്ക്ക് 14 ചക്രമാണ്. യാത്രക്കാർ ഇന്നത്തെ പോലെയൊന്നുമില്ല, വളരെ കുറവാണ്. വളരെ ചെറിയ ബസ്സാണ്. 8 സീറ്റ് അല്ലെങ്കിൽ 10 സീറ്റേ ഉള്ളൂ. ബോഡിയൊന്നും ഇല്ലാത്തതാണ്. 2 സൈഡും തുറന്നതാണ്. പിന്നീട് അത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഈ ഓയിൽ പ്രശ്നങ്ങൾ വന്നതോടുകൂടി അത് ഒരുതരം വണ്ടികളെ പിന്നെ പുറകിൽ മധ്യഭാഗത്തായിട്ട് ഒരുമാതിരി സിലിണ്ടർ പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കരി നിറച്ച് ആ കരി ഉപയോഗിച്ചാണ് ആ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ 2 സൈഡിൽ ഇരിക്കുന്ന ആളുകൾ സാധാരണ തല ശ്രദ്ധിക്കുമ്പോഴേക്കൊന്നും ചുട്ടുപിടുത്ത പോലെയൊക്കെ ഇരിക്കും. ആ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഏത് സൈഡിൽ കൂടി വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. പക്ഷേ വാഹനങ്ങളൊന്നും വന്ന് റോഡുകളില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കേണ്ട കാര്യങ്ങളും അന്നുണ്ടായിരുന്നില്ല. ആയിരത്തി 1955 ജാനുവരി മാസത്തിൽ അരൂർ പള്ളിയിൽ അസിസ്റ്റൻ്റായി നിയമിക്കപ്പെട്ടു.
അന്ന് റവറൻഡ് ഫാദർ ജോസഫ് ചക്കാലക്കലായിരുന്നു വികാരി. ഞാൻ അസിസ്റ്റൻ്റായിരിക്കുന്ന സമയത്താണ് പാണാപള്ളി പെരുമ്പളത്ത് പുതിയ ചാപ്പൽ തുടങ്ങുന്നത്. ചാപ്പലിൻ്റെ ഉദ്ഘാടന കർമ്മം മോൺസിഞ്ഞോർ ലോറൻസ് പുള്ളിയനത്ത് നടത്തി. അതിനുശേഷം എല്ലാ ഞായറാഴ്ചയും എൻ്റെ ജോലിയായിരുന്നു പെരുമ്പളത്ത് കുർബാന ചൊല്ലുക. അന്ന് അരൂരിൽ നിന്ന് ഏകദേശം 1.5-2 മണിക്കൂർ വള്ളത്തെ യാത്ര ചെയ്തെങ്കിലേ പെരുമ്പളത്തെത്തുകയുള്ളൂ. ഞായറാഴ്ച വെളുപ്പിന് 3 മണിക്ക് എഴുന്നേൽക്കുന്നു. വള്ളത്തിൽ കയറി കിടന്ന് അല്പം ഉറങ്ങുന്നു. കഴിയുമ്പോൾ ഏകദേശം 5 മണി കഴിയുമ്പോൾ പാണപള്ളി പെരുമ്പളത്തെത്തും. അവിടെ കുർബാന കഴിഞ്ഞ് അതേ വള്ളത്തിൽ തന്നെ കയറി അരൂക്കുറ്റിയിലെത്തും. അരൂക്കുറ്റിയിലെ കുർബാനയും അതിനുശേഷമുള്ള സുഡാലിറ്റി മുതലായ ഭക്തസംഘടനകളുടെ മീറ്റിങ്ങുകളും കഴിഞ്ഞ് അരൂർ തിരിച്ചെത്തുമ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞിരിക്കും. അപ്പോഴാണ് പ്രഭാത ഭക്ഷണം. ആയിരത്തി 1908 ഇടക്കാട്ട് ഫ്രാൻസിസ് ഫെർണാണ്ടസ് അച്ഛൻ ഇവിടെ വികാരിയായിരിക്കുന്ന സമയത്ത് ഒരു പ്രൈമറി സ്കൂൾ ആരംഭിക്കുന്നതിന് അനുവാദം വാങ്ങിക്കുകയും അത് ആരംഭിക്കുകയും ചെയ്തു. ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന കാലത്ത് ഇവിടെ ഈ